പാസ്ത നമ്മുടെ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? എഗ് പാസ്ത റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. 20 മിനിറ്റ് കൊണ്ട് സിമ്പിളായി ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിലോ പാനിലോ പാസ്ത തിളപ്പിക്കാൻ ആവശ്യമായ വെള്ളം എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചേർക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 2 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വേവിക്കുക. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം വറ്റിച്ച് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. 10 സെക്കൻഡിന് ശേഷം ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വഴറ്റണം. 3 മിനിറ്റിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. ഈ സമയം 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക. വെള്ളം ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ 3 പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്തോ ചെറുതായി ചോപ്പ് ചെയ്തതോ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്. നിങ്ങൾക്കതിൻ്റെ രുചി ഇഷ്ടമില്ലെങ്കിൽ മല്ലിയില ചേർക്കുന്നത് ഒഴിവാക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ തക്കാളി സോസും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി എഗ് പാസ്ത റെസിപ്പി തയ്യാർ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പാസ്ത തയ്യാറാക്കാൻ 20 മിനിറ്റ് നേരം മാത്രം മതി. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.